ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിന്. എന്നാൽ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടന്നാലോ. അപ്പോൾ അതിന് മുൻപേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് ചെറിയുള്ളിയാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് ചെറിയ ഉള്ളി കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3-4 കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പൊടി ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി സാധാ മുളക് പൊടിയാണെങ്കിൽ അതൊരു 2 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഇത് അത്ര സ്പൈസി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ 2 ടേബിൾ സ്പൂൺ ചേർത്ത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നാരങ്ങൻ്റെ പകുതിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നീര് നല്ലോണം ഒന്ന് കൈകൊണ്ട് പിഴിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം മൈദയും കൂടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് വയ്ക്കണം കേട്ടോ. അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതാണ്. ഇനി അത് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഇവിടെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1 കിലോ ചിക്കനാണ് കേട്ടോ. അരപ്പും കൂടി ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആ ഫുൾ അരപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് പാകമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ മസാല ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കാത്തവരാണെങ്കിൽ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ തേങ്ങ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ ഫ്രൈക്ക്. ഈ ചിക്കന് നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുന്ന സമയത്ത് തന്നെ ഈ തേങ്ങൻ്റെ ഫ്രൈയും കൂടി കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി അത്രയ്ക്കും സമയമില്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ. നമ്മൾ എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണോ അത്രത്തോളം നമ്മുടെ മസാല ഈ ചിക്കനിലേക്ക് നല്ലോണം ഒന്ന് പിടിക്കും. ഇപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓരോ പീസായിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൽ കാണാൻ പറ്റുന്നുണ്ടാവും ആ തേങ്ങൻ്റെ ഓരോ പീസുകളും എണ്ണയിൽ കടന്ന് മൊരിയുന്നുണ്ട്. ഇനി അതിലേക്ക് മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ ഫ്രൈ കഴിക്കാൻ. ഇപ്പോൾ എല്ലാം പീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല, അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിന്. നല്ല ചൂട് പൊറോട്ടൻ്റെ ഒപ്പം ചപ്പാത്തിൻ്റെ ഒപ്പം ഇനി ചോറിൻ്റെ ഒപ്പമൊക്കെ കിടിലൻ കോംബോ ആണ്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇപ്പോൾ 2 സൈഡും കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ തേങ്ങ ചേർത്തതിൻ്റെയൊക്കെ അതിൻ്റെ മുകളിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ എണ്ണയിലും ഉണ്ടാവും കേട്ടോ. അതൊക്കെ നമ്മൾ ലാസ്റ്റ് കോരി എടുക്കണം. ഇപ്പോൾ എല്ലാതും എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതും കൂടി ഒന്ന് ഇട്ട് പൊരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലോട്ടൊക്കെ നമ്മൾ ആ തേങ്ങൻ്റെ ഫ്രൈയും കൂടി ഒന്ന് വറുത്ത് കോരി ഇട്ടിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കണേ. ഇതുപോലെ തന്നെ നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. തെറ്റാ.